ഇനി കേൾക്കണം, മഹാനായ നാഫി എന്നവർ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 2 ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതാറുണ്ടായിരുന്നില്ല. 2 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരയാതെ ഓതിയിട്ടേയില്ല. ഏതാണ് ആയത്ത്? وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ يَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നിങ്ങൾ പരസ്യപ്പെടുത്തിയാലും ഔ തുഖ്ഫൂഹു പരസ്യപ്പെടുത്താതെ മനസ്സിൽ തന്നെ വെച്ചാലും യുഹാസിബുക്കും ബിഹില്ലാഹ് അല്ലാഹു അതിനെ ചോദ്യം ചെയ്യുകയും ഫയഗ്ഫിറു ലിമൻ യശാഉ ചില ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകും വയുഅദ്ദിബു മൻ യശാഉ ചില ആളുകളെ ആ ചിന്തയുടെ പേരിൽ അല്ലാഹു ശിക്ഷിക്കും. ചെവിയും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയവും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ചെവിയിലൂടെ കേട്ടതിന് സമാധാനം പറയേണ്ടി വരും, കണ്ണിലൂടെ കണ്ടതിനും സമാധാനം പറയേണ്ടി വരും, ഹൃദയത്തിലൂടെ ചിന്തിച്ചതിന് വരെ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്നും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുമെന്നും അർത്ഥമുള്ള ആയത്താണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണത്. ഇത് ഓതുമ്പോൾ ഇന്ന് വരെ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ കരഞ്ഞ ഒരാളെ പൊക്കെ ഈ സദസ്സിലുള്ള ആരെങ്കിലും ഒരാൾ, ഇപ്പൊ നമ്മൾ ജീവിച്ചിട്ട് 60, 50, 40, 30 വർഷമായി. ഖുർആന്റെ ഖത്തം വർഷത്തിൽ 1, 2, 3 തവണ ഓതി തീർക്കുന്നുണ്ട്. ഒരുപക്ഷെ ഹദ്ദാദ് ചെല്ലുന്നവർ നിരന്തരമായി ഇത് ഓതുന്നുണ്ട്. ഒരു തവണയെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനൊരു ആയത്തുണ്ടെന്ന് അറിഞ്ഞോ ഖുർആനില്? ഇത് പറഞ്ഞല്ലേ ഇങ്ങനൊരു ആയത്തിന്റെ, പക്ഷെ ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبُكُم بِهِ اللَّهُ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ അത് പരസ്യമാക്കിയാലും ശരി രഹസ്യമാക്കിയാലും ശരി അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ അല്ലാഹു നാളെ ശിക്ഷിക്കുമെന്നുമുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറക്കി. അപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അതൊരു പ്രയാസമായി തോന്നി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതിയിട്ടേയില്ല എന്നാണ് മഹാനായ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കരയാതെ ഓതിയിട്ടേയില്ല, കരഞ്ഞുകൊണ്ടായിരുന്നു ഓതിയിരുന്നത്. ആർക്കാ പേടി വരാത്തത്? നമ്മൾക്ക് അല്ലാഹുവിനെ പേടിയില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹുവിനെ പേടിയുള്ള ഒരാൾക്ക് ഇത് ഓതുമ്പോ കരച്ചിൽ വരാതിരിക്കില്ല, ഉറപ്പാണ്. കാരണം എന്തേ? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ പഠിച്ചോ നാളെ ചോദ്യം ചെയ്യും, നമ്മൾ പരാജയപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ പുറത്തു തരണേ അല്ലാഹ്. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളുടെ പേരിൽ നീ നാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്കറിയാതെ വന്നത് പുറത്തു തരണേ അല്ലാഹ് എന്ന് വെച്ച് പേടിക്കാനില്ല. അല്ലാഹുവിന്റെ തൊട്ടടുത്ത ആയത്ത് അല്ലാഹു ഇറക്കി. എങ്ങനെയാണ് ഇറക്കിയത്? തൊട്ടടുത്ത ആയത്ത് അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. പേടിക്കാണ്ട്. ഇത് പറഞ്ഞിട്ട് യാ അല്ലാഹ് എന്റെ കാര്യം പോക്കാണോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ ചിന്തയുണ്ട്, അതിനൊക്കെ അല്ലാഹ് ശിക്ഷിച്ച് ഞാൻ നരകത്തിലാണെന്ന് ഉറപ്പാണ്. ഇനി ഏതായാലും ഞാൻ നന്നായിട്ട് കാര്യമില്ല, അതൊന്നും വേണ്ട. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളോട് നിർബന്ധിക്കില്ല. അഥവാ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്, അല്ലെ? ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. കഴിയില്ല, ഒരാൾക്കും കഴിയില്ല നിയന്ത്രിക്കാൻ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ. നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കടന്നു പോകുന്നത്. അയാൾക്ക് 4 പൊട്ടിക്കണമെന്ന് തോന്നി മനസ്സിൽ, നമ്മളറിയാതെ വേണമെന്നല്ല ഇങ്ങനെ തോന്നിപ്പോയതാണ്. ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെ പൊട്ടിക്കും, എവിടുന്ന് പൊട്ടിക്കും എന്നൊക്കെ പെട്ടെന്നാണ് ബോധം വന്നത്. പഠിച്ചു പാടില്ലല്ലോ, അപ്പോഴേക്കും ചിന്തിക്കേണ്ടതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു പെണ്ണ് ഇതിലൂടെ കടന്നു വന്നു. മാഷാ നല്ല പെണ്ണാണല്ലോ. അപ്പൊ എന്റെ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിന്ത വന്ന് എവിടേക്കോ എത്തി. പിന്നെ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കുറിച്ച് ആലോചന. പക്ഷെ പെട്ടെന്ന് ബോധം വന്നു, യാ അല്ലാഹ് ഇത് പാടില്ലല്ലോ.
ഇതിനൊക്കെ ശിക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെടും? ഇല്ല. അപ്പൊ പറഞ്ഞു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളെ ഭാരമേൽപ്പിക്കില്ല, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങൾ നിർബന്ധിപ്പിക്കില്ല. എന്നാലും കഴിവിന്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് പറഞ്ഞത്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ, ഞങ്ങൾ മറന്നു ചെയ്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ. അറിയാതെ ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. അറിയാതെ ചെയ്യലാണല്ലോ, അറിയാതെ കടന്നു വരികയാണല്ലോ ചിന്തകളൊക്കെ. മറന്നിട്ടോ അറിയാതെയോ കടന്നു വരുന്ന ചിന്തകൾ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നീ പ്രയാസങ്ങളും ഭാരങ്ങളും നൽകിയതുപോലെ ഞങ്ങൾ നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. അല്ലാഹുവേ, കഴിയാത്തത് നീ ഞങ്ങളെ ഏൽപ്പിക്കല്ല റബ്ബേ. കഴിയാത്തത് ചെയ്യാൻ നീ ഞങ്ങളോട് പറയല്ല റബ്ബേ. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ. വർഹംനാ, ഞങ്ങളോട് കാരുണ്യം ചെയ്യണേ. അൻത മൗലാനാ, നീയാണ് ഞങ്ങളുടെ റബ്ബ്. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ, ഞങ്ങളെ സഹായിക്കണേ എന്നുള്ള ആയത്ത് തൊട്ടുടനെയാണ് ഇറങ്ങാനുള്ള കാരണം. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ വേദനയോടെ അല്ലാഹുവിനോട് പരാതി പറഞ്ഞതാണ്. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്താൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകൂല നബിയേ എന്ന ഒരു സങ്കടം നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ ആയത്തിനെ നസ്ഖ് ചെയ്തുകൊണ്ടാണ് അടുത്ത ആയത്ത്. എന്നിട്ടും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതിയിട്ടില്ല എന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകട്ടെ. ഇങ്ങനെയൊക്കെയായിരുന്നു മഹാന്മാരായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ അല്ലാഹുവിനെ സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്ക്. ആരാ? സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് ഉമർ തങ്ങൾ. ഉമറും ഫിൽ ജന്ന, വലതുഭാഗത്ത് സിദ്ദീഖും ഇടതുഭാഗത്ത് ഉമറും മധ്യത്തിലായി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറ ലോകത്തേക്ക് ഇതുപോലെയാണ് നാളെ മഹ്ശറ ലോകത്തേക്ക് ഞാൻ വരുന്നത്. സിദ്ദീഖ് വലത് ഭാഗം, ഉമർ ഇടത് ഭാഗം. ഇതേപോലെ സിദ്ദീഖും ഉമറും നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞിട്ട് ആ ഉമർ തങ്ങളുടെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ നോക്കണം. മഹാനായ ഉമർ തങ്ങൾ അനസ് തങ്ങൾ പറയാണ്, ഞാനൊരു തോട്ടത്തിൽ കയറി, ഒരു തോട്ടത്തിലേക്ക് ഞാൻ പോയി. അപ്പൊ ഉമർ തങ്ങളുണ്ട് അവിടെ. എന്റെയും ഉമറിന്റെയും ഇടയിൽ ഒരു ചുമരുണ്ട്. ആ ചുമരിന്റെ അപ്പുറത്താണ് ഉമർ തങ്ങളുള്ളത്. അമീറുൽ മുഅ്മിനീനാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഉമർ തങ്ങൾ ആ ചുമരിന്റെ അപ്പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, ബഖിൻ ബഖിൻ ലതത്തഖീന അല്ലാഹ ഇബ്നുൽ ഖത്താബ് ഔ ലയുഅദ്ദിബന്നക. ഖത്താബിന്റെ മോൻ ഉമറേ, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോളണം. നീ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊള്ളണം. നീ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചോളണം. ഇല്ലെങ്കിലോ ഔ ലയുഅദ്ദിബന്നക, ഞാൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഞാൻ നിന്നെ വിടൂല എന്ന് ആരായി പറയുന്നത്? ആരായി പറയുന്നത്? ഉമർ തങ്ങൾ സ്വന്തം ശരീഅത്തെ വിളിക്കാൻ, ഉമറേ ഞാൻ എന്നെ വിളിക്കാൻ. അതേപോലെ ഉമർ വിളിക്കാൻ, ഉമറേ ഉമറേ, നീ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടൂല. അഥവാ നീ ഒരു തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുമെന്ന് ഒരു തോട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വർഗ്ഗം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷ വാർത്ത അറിയിച്ച മഹാനാണ്. നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നമ്മളേതായാലും സ്വർഗത്തിൽ നമ്മൾ ഒപ്പിച്ചു. പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളെല്ലാരും സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പിൽ എന്നാ നിങ്ങൾക്കും സ്വർഗം, നിങ്ങൾക്കും സ്വർഗം, നിങ്ങൾക്കും. അയാള് പിന്നെ നരകത്തിൽ ഉറപ്പാണ്. ചില ആളുകൾക്ക് നരകത്തിന്റെ ടിക്കറ്റ്, ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ്. നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടിയവരൊക്കെ ജീവിച്ചത് വലിയ കഷ്ടപ്പാടില്ല. അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. അല്ലാഹു നമ്മൾക്ക് മാപ്പ് തരട്ടെ. ഉമർ തങ്ങളല്ലയോ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് കൊടുത്തപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പോയിട്ട് ഹുദൈഫ ആ ലിസ്റ്റ് ഒന്ന് തരുമെന്ന് ചോദിച്ചത്. നബി തങ്ങൾക്ക് അവസാന കാലത്താണ് മുനാഫിഖീങ്ങൾ ആരൊക്കെയാണ് എന്ന് നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തത്. അവസാന കാലത്താണ്. ആ സമയത്ത് ലിസ്റ്റ് കൊടുത്തു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. ലിസ്റ്റിൽ നിറയെ മുനാഫിഖീങ്ങളുടെ പേരാണ്.
ഇതറിഞ്ഞു മഹാനായ ഉമർ തങ്ങൾ അറിഞ്ഞു. ഓടിച്ചെന്നിട്ട് ഹുദൈഫ ലിസ്റ്റ് ഒന്ന് തരുമോന്ന് വെച്ചു. ഞാൻ തരൂല. അള്ളാഹുവിന്റെ ഹബീബ് രഹസ്യമായി എന്നെ ഏൽപ്പിച്ച ഒരു രഹസ്യം ഞാൻ പരസ്യമാക്കൂല, ഞാൻ തരൂല. കുറെ നിർബന്ധിച്ചു, ഞാൻ തരൂല. അവസാനം ഉമർ തങ്ങൾ പറഞ്ഞു, ആ ലിസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ആരൊക്കെയുണ്ട് എന്നറിയാനല്ല, ആരൊക്കെയാണ് മുനാഫിഖീങ്ങൾ എന്നിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടല്ല. നീ മുനാഫിഖായിരുന്നല്ലേ, ഓരോ ആളുകളെ വിളിച്ചിട്ട് നരകത്തിന് ടിക്കറ്റ് കൊടുക്കാനായിരുന്നില്ല. ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചത് എന്റെ പേര് അതിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല എന്നെ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അറിയാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ലിസ്റ്റ് ചോദിച്ചത്. ആരായി പറയുന്നത്? സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ. ഇഹ്ഫളില്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. റബ്ബിനെ പേടിച്ച് ജീവിച്ചാൽ, സൂക്ഷ്മതയോടെ ജീവിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താം, അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഒരു ഉദാഹരണം നിങ്ങൾക്കറിയാം. ഞാൻ വിശദീകരിക്കൂല, ഒരൊറ്റ ഉദാഹരണം വിശദീകരിക്കൂല, അറിയുന്ന വിഷയം. നബി തങ്ങൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ വാള് മരത്തിൽ തൂക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങിയതും ഒരു ആറാവി വന്നിട്ട് വാള് പിടിച്ചിട്ട് നബി തങ്ങളുടെ ഷോൾഡറിൽ വെച്ചിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, നിന്നെ രക്ഷിക്കാൻ ആർക്കാ കഴിയാന്ന് ചോദിച്ചത്. അപ്പൊ നബി തങ്ങൾ വരച്ചോ പതറിയോ? ഈമാനുള്ളവർ പതറൂല, എന്നെ റബ്ബ് സംരക്ഷിക്കും. ഉടനെ പറഞ്ഞു എന്റെ റബ്ബ് സംരക്ഷിക്കും, അല്ലാഹു. ആരുമില്ല, നബി തങ്ങൾ ഒറ്റയ്ക്കാണ്. ആരാബി വാള് ഷോൾഡറിൽ വെച്ചിട്ടാ ചോദിക്കുന്നത്, ആരാ നിങ്ങളെ സംരക്ഷിക്കുക? ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാണ്. സ്വഹാബാക്കളൊന്നും വിളിക്കാൻ കഴിയില്ല, വിളിക്കുന്ന സമയത്ത് തല എടുത്തു മാറ്റും. അല്ലാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചോൻ സംരക്ഷിക്കണ്ട, പഠിച്ചോന്റെ കടമയല്ലേ അല്ലേ? നിങ്ങൾ പറഞ്ഞ നിങ്ങളെ സംരക്ഷിക്കും അല്ലാഹു. ഇത് നബി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത അല്ല, നിങ്ങളെ സംരക്ഷിക്കും. പക്ഷെ നിങ്ങൾക്ക് അത് പറയാനുള്ള വിശ്വാസമാണ്, അത് പറയാനുള്ള കരുത്തും വേണം. നിങ്ങൾ ഇത് പ്രവാചകന്മാരുടെ പ്രത്യേകതയല്ല, സത്യവിശ്വാസികളെ ഒന്നടങ്കം സംരക്ഷിക്കുന്ന പറഞ്ഞത്. ഏത് വിഷയത്തിൽ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ചിമ്മിങ്കലം തിന്നുണ്ടായി, മത്സ്യം ഭക്ഷിക്കുകയുണ്ടായി, മത്സ്യം വയറ്റിലാക്കുകയുണ്ടായി. 40 ദിവസത്തോളം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഫനുബിദ ബിൽ അറാ, ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്തേക്ക് മത്സ്യം കടന്നു വരികയും യൂനുസ് നബി അലൈഹിസ്സലാമിനെ തുപ്പുകയും ചെയ്തു. 40 ദിവസം ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന്, അതും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ. ഭക്ഷണമുണ്ടോ, വെള്ളമുണ്ടോ, ഓക്സിജൻ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? മരണം ഉറപ്പല്ലേ? ഒരു ദിവസം കിടന്ന 2 മണിക്കൂർ കിടന്ന മരണം ഉറപ്പല്ലേ? ശ്വാസം വേണ്ടേ? നിങ്ങൾക്ക് ഇതിൽ അത്ഭുതം ഉണ്ടോ? ഉണ്ടെങ്കിലേ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? അത്ഭുതം ഇല്ലെങ്കിൽ പിന്നെ അത്ഭുതം ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഒരാൾക്ക് 1 മണിക്കൂർ ജീവിക്കാൻ കഴിയുമോ? ശ്വാസം മുട്ടി മരിക്കൂലേ? പാമ്പൊക്കെ ഭക്ഷിച്ച ഉടനെ തട്ടി പൊടിപൊടിയാക്കാറില്ലല്ലോ. ഭക്ഷിച്ചതിന് ശേഷം, വിഴുങ്ങിയതിന് ശേഷമാണ് ഒരു മരത്തിന്റെ വേരുകൾക്കിടയിലൊക്കെ പോയി അതിനെ അടിച്ചമർത്ത് പൊട്ടിക്കുക. അപ്പൊ അതുവരെ ജീവിക്കോ? ശ്വാസം മുട്ടും, മരിച്ചു പോവും. അപ്പൊ അതേപോലെ 40 ദിവസമൊക്കെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ കരയിലേക്ക് പറഞ്ഞേക്കാണ്. എന്നിട്ട് അവിടെ അല്ലാഹു ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹു പറയുന്ന വാക്ക് അങ്ങനെയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇതേപോലെ ഞാൻ മുഅ്മിനീങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫളന്ന അല്ലൻ നഖദിറ അലൈഹി. അല്ലാഹുവിനോട് ചൊടിച്ചുകൊണ്ട്, മഹാനായ അല്ലാഹുവിനോട് ചൊടിച്ചുകൊണ്ട് എന്ന പദപ്രയോഗമാണ് അല്ലാഹു ഉപയോഗിച്ചത്. മഹാനായ
യൂനുസ് നബി അലൈഹിസ്സലാം പോയി. ഫനാദാ ഫിൽ ളുലുമാത്, അങ്ങനെയാണ് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹുവിനെ വിളിച്ചത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകി, എന്നിട്ട് ഞാൻ ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു പറയാണ് വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇതേപോലെ സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിവിടെ പറയേണ്ട ആവശ്യം എന്താ? ഇത് പറഞ്ഞില്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കും അത് പ്രവാചകന്മാർക്കുള്ള പ്രത്യേകതയാണ്, നമ്മൾക്ക് അതൊന്നും കിട്ടൂല. അല്ല, പ്രവാചകന്മാർക്കുള്ള പ്രത്യേകത അല്ല, നിങ്ങൾക്കും ഇത് കിട്ടും. നിങ്ങൾ വിശ്വാസിയാണോ? നിങ്ങൾക്കും ഈ പ്രത്യേകതയുണ്ട്. സത്യവിശ്വാസികളായ ആളുകളെ ഇതേപോലെ ഞാൻ സംരക്ഷിക്കും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫു വഅദ, അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് അല്ലാഹു ലംഘിക്കൂല. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുവേ, ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കാത്തവനാണ് നീ. വാക്ക് നൽകിയാൽ ചതിക്കാത്തവനാണ് നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ വാക്ക് നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടാലും ഉറച്ച വിശ്വാസത്തോടെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമിയാണ്. അല്ലാഹുവേ, ഞാൻ തെറ്റുകാരനാണ്. അല്ലാഹുവേ, ഞാൻ പാപിയാണ്, ദോഷിയാണ്. നീ അല്ലാതെ വേറെ ഇലാഹില്ല. എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ് എന്നുള്ള പ്രാർത്ഥന അചഞ്ചലമായ വിശ്വാസത്തോടെ ഒരാൾ ചെയ്താൽ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലേ ഇല്ല. പക്ഷെ നിങ്ങൾ എന്തുണ്ടാവണം? നിങ്ങൾ സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും അല്ലാഹുവിന്റെ കൂടെ നിൽക്കണം. സന്തോഷമുള്ള സമയത്ത് മുഴുവനും റബ്ബിനെ മറന്നിട്ട് അവസാനം പാലം കടക്കോളം നാരായണ നാരായണ എന്ന് വിളിക്കുക. പാലം കടന്ന എന്ത് നാരായണ കോരായണ എന്ന് വിളിച്ചു പോവാ, അവരുടെ നടക്കൂല. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ സംരക്ഷിക്കൽ നിർബന്ധമാണ്. നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, എന്നെ രക്ഷിക്കുന്നത് എന്റെ റബ്ബാണ്. അത് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹ് എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട്. പറയേണ്ട താമസം കൈകളിൽ നിന്ന് വാള് വീണു. എങ്ങനെ വീണു? നമ്മൾ മുറുകെ പിടിച്ച് ഫോൺ ഇങ്ങനെ വീണെങ്കിൽ എങ്ങനെ വീഴും? ഇത് നിങ്ങൾ വിചാരിച്ചത് വീഴ്ത്താങ്ങയില്ല. പടച്ചോൻ വിചാരിച്ചാൽ ഞാൻ എത്ര ടൈറ്റിൽ പിടിച്ചത് താഴെ വീഴൂലേ? വീഴൂലേ? അതാണ് അല്ലാഹു. ആ റബ്ബിനെ തിരിച്ചറി, ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. ഫകദാലിക നുൻജിൽ മുഅ്മിനീൻ. വാള് താഴെ വീണു, നബി തങ്ങൾ രക്ഷപ്പെട്ടു. ഇതാണ് അള്ളാഹു സഹായിക്കുന്നത്. ഇങ്ങനെയാണ്, അത്ഭുതങ്ങളാണ് അള്ളാഹു കാട്ടുന്നത്. ആ ഒരു സഹായം നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅഹ്. നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നാൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. അഥവാ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കൂല എന്നാണ് ഇതിന്റെ ആശയം. നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും. ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും. വണ്ടിയിൽ കയറിയാൽ ആക്സിഡന്റ് സംഭവിക്കും. കടലിൽ പോയാൽ കടലിൽ അപകടങ്ങൾ ഉണ്ടാകും. അതേപോലെ വിമാനങ്ങളിൽ കയറിയാൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകും. കച്ചവടങ്ങൾ തുടങ്ങിയാൽ അഭിവൃദ്ധി ഉണ്ടാവൂല. ഇങ്ങനെ നഷ്ടങ്ങളുടെ നൂലാമാലകൾ, പ്രയാസങ്ങളുടെ നൂലാമാലകൾ നമ്മെ വിടാതെ പിന്തുടരും. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? അള്ളാഹുവിനെ മറക്കുമ്പോൾ അള്ളാഹു നമ്മെ മറക്കും. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കും തോറും, അള്ളാഹുവിലേക്ക് നന്മ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കും തോറും ചില ആളുകൾക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതെന്തിനാണ്? അയാൾ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അയാളുടെ ഈമാനിനെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കും തോറും വീണ്ടും അയാൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും സ്വർഗീയ ലോകത്തുന്നതമായ
ഉന്നതമായ സ്ഥാനം നൽകാനും വേണ്ടിയിട്ടാണ് ചില നല്ലവരായ ആളുകൾക്ക് അള്ളാഹു ഇടയ്ക്കിടെ പരീക്ഷണങ്ങൾ നൽകുന്നത്. അവരുടെ ഈമാൻ പരീക്ഷിക്കുകയാണ്. എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട്, എത്രത്തോളം എന്നോട് ബന്ധമുണ്ട്. എന്നാൽ അത്തരം ആളുകൾക്ക് അവസാനമായി വിജയമാണ് ഉണ്ടാവുക. നമ്മൾ വിചാരിക്കും ഇയാൾക്ക് നല്ല ആളാണ്, ഇയാൾക്ക് നല്ല പരീക്ഷ, രോഗം വന്നു, കടം വന്നു, അതങ്ങനെ ഇല്ല. അയാൾ അവസാനം അയാൾ വിജയിക്കും. അത്രകാലം പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അയാൾക്ക് എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട് എന്ന്, എത്രത്തോളം നിന്നിൽ വിശ്വാസമുണ്ട് എന്ന്. എന്നിട്ട് അവസാനം അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾക്ക് അന്തിമമായ വിജയം അള്ളാഹു നൽകും. നേരെ മറിച്ച് മറ്റൊരാൾ അള്ളാഹുമായിട്ട് ബന്ധമില്ല, അയാൾക്ക് നിറയെ പരീക്ഷണങ്ങളാണ്. അയാൾ മരണപ്പെടുന്ന സമയത്തും പരാജയപ്പെട്ടുകൊണ്ടാണ് മരണപ്പെടുക. ദുനിയാവിലെയും പരാജിതനാണ് അയാൾ, ആഖിറത്തിലെയും പരാജിതനാണ്. അള്ളാഹു നമ്മൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം അല്ലാഹു നൽകട്ടെ. നമ്മൾക്കതാണ് വേണ്ടത്. അതാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹ്. അത് ദുആ ചെയ്യണം നമ്മൾ. അല്ലാഹു നമ്മൾക്ക് ദുനിയാവിലും വിജയം തരണം, ആഖിറത്തിലും വിജയം തരണം. ദുനിയാവിൽ പ്രയാസപ്പെടേണ്ടി വന്നാൽ ഒരുപക്ഷെ നമ്മുടെ ഈ ചെറിയ ഈമാൻ കൊണ്ട് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദുനിയാവിലെ പരീക്ഷണങ്ങൾ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ദാരിദ്ര്യമുണ്ടായാൽ വരെ കാഫിറാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ദേഷ്യം പിടിക്കുന്നവനും കാഫിറാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ദേഷ്യവും ദാരിദ്ര്യവും ഒരാളെ കാഫിറാക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മഹാന്മാര് പറയുന്നുണ്ട് 4 വിഷയങ്ങളാണ് അവിടെ പറഞ്ഞത്. അതിൽ 2 എണ്ണം, ഒന്ന് പ്രണയമാണ്, 2 ദേഷ്യമാണ്. ദേഷ്യം വന്ന് മാതാവിനെ വധിച്ച ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട്. സ്നേഹം വന്ന് ഒരാൾ അമുസ്ലിമായി ക്രിസ്ത്യാനിയായി മാറിയ ചരിത്രവും പറയുന്നുണ്ട്. അതേപോലെ ദാരിദ്ര്യം, ദാരിദ്ര്യം നിങ്ങളെ കുഫറിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹ്. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. ദുനിയാവിലുള്ള വിജയം എന്താണ്? നല്ല അന്തസ്സായ ജീവിതം, വാഹനമുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, എവിടെയും പ്രയാസങ്ങളൊന്നുമില്ല, നല്ല മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ അല്ലാഹു ആഖിറത്തിലും തരട്ടെ. അല്ലാഹുവിനോട് ദുആ ചെയ്യേ. അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നത് നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിൽക്കുമ്പോഴാണ്. ഖുർആനുമായി നമ്മൾക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നോക്കണം. 2 മക്കളുടെയും ഒരു ഉമ്മയുടെയും ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് ഒരു വിശകലനം നടത്തണം നമ്മൾ. ഒരു ഉമ്മയും 2 മക്കളും. ഉപ്പ വളരെ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. ഉപ്പ വളരെ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. ഒരു ഉമ്മയും 2 മക്കളും. അലിയും സ്വാലിഹും ഒരു ഉമ്മയുടെ 2 മക്കളാണ്. അലിയും സ്വാലിഹും. ഉമ്മ 2 മക്കളെയും വിളിച്ച് രാത്രിയെ 3 ഭാഗമാക്കി. ഉമ്മ പറഞ്ഞു, നമ്മൾക്ക് എന്ത് ചെയ്യാം? എല്ലാ രാത്രിയിലും ഖുർആൻ ഒരു ഖത്തം ഓതി തീർക്കണം. എല്ലാ രാത്രിയിലും ഖുർആൻ ഒരു ഖത്തം ഓതി തീർക്കണം. ഉമ്മമാരെ, നിങ്ങൾ ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ തീരുമാനിക്കും. ഒരു ഖത്തം വേണ്ട. ഇവരൊക്കെ ഉമ്മമാരാണ്. ഈ ഉമ്മമാരെ പോലെ ആയില്ലെങ്കിലും ഇവരുടെ 7 ആലത്തെങ്കിലും നമ്മൾ എത്തണ്ടേ. ഒരു ജുസ് എങ്കിലും ഒരു രാത്രി ഓതി തീർക്കണം എന്ന് തീരുമാനിക്കും. മക്കളെല്ലാം വിളിച്ചിട്ട് ഓതിപ്പിക്കും. ഉമ്മ പറയാണ്, രാത്രിയെ 3 ഭാഗമാക്കി നമ്മൾക്കൊരു ഖത്തം തീർക്കണം. 10 ജുസ് ഞാൻ ഓതാം, അലിയെ 10 നിങ്ങൾ ഓതണം, ഹസനെ 10 നിങ്ങൾ ഓതണം. അങ്ങനെ 3 ആളുകൾ കൂടി ഒരു രാത്രി ഒരു ഖത്തം. ഒരു ദിവസമല്ല, മരണം വരെ അങ്ങനെ ഓതാൻ അവർ തീരുമാനിച്ചു. എല്ലാ ദിവസവും ഉമ്മ 10, അലി എന്നവര് 10, സ്വാലിഹ് എന്നവര് 10. അങ്ങനെ എല്ലാ ദിവസവും ഒരു ഖത്തം പരിശുദ്ധമായ ഖുർആൻ ദിവസവും ആ വീട്ടിൽ ഓതപ്പെടാറുണ്ട്. അങ്ങനെ നിലനിന്ന് പോകുമ്പോഴാണ് തുടർന്നനെ ഉമ്മ മരണപ്പെട്ടു പോകുന്നത്. ഉമ്മ മരണപ്പെട്ടപ്പോൾ 2 പേരും കൂടി തീരുമാനിച്ചു, ഉമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് ഒരു ഖത്തം ഓതുന്നത് നിർത്തിവെക്കേണ്ട. നമ്മൾക്ക് എന്ത് ചെയ്യാം? ഉമ്മയുടെ 10 നമ്മൾക്ക് ഏറ്റെടുക്കാം. 15 അലി എന്നവരെ നിങ്ങൾ ഓതണം, 15 ഹസൻ എന്നവരോധി. അങ്ങനെ 2 പേര് കൂടി ഒരു ഖത്തം തീർക്കാൻ തീരുമാനിച്ചു. ആദ്യം 3 പേര് ഒരു ഖത്താണ്. ഉമ്മ മരണപ്പെട്ടപ്പോൾ 2 ആളും കൂടി തീരുമാനിച്ചു, ഉമ്മയുടെ 10 ഞങ്ങൾ ഏറ്റെടുക്കാം. കാരണം ഞങ്ങൾ ഓതുന്നത് ഉമ്മക്കല്ല കിട്ടുക. ഈ മക്കൾ ഓതുന്ന ഖുർആൻ പാരായണം കബറിൽ കിടക്കുന്ന ഉമ്മയ്ക്കാ കിട്ടുക. ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ 6000 കണക്കിന് പരിശുദ്ധമായ ഖുർആനിന്റെ
ആയത്തുകൾ ഓതുമ്പോൾ എല്ലാ ആയത്തുകളുടെയും പ്രതിഫലം കിട്ടുന്നത് ആ ഉമ്മയ്ക്കാണ്. 6000 ആയത്തുകൾ, ലക്ഷക്കണക്കിന് ഹർഫുകൾ. ഉമ്മയ്ക്ക് എന്ത് സുഖമാണ് ഖബറിൽ. അങ്ങനെ 15 അലി എന്നവരും 15 ഹസൻ എന്നവരും ഓതി ഒരു ഖത്തം തീർക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് വർഷങ്ങൾക്കൊടുവിൽ അലി എന്നവർ മരണപ്പെട്ടു പോകുന്നത്. അലി എന്നവർ മരണപ്പെട്ടു പോയി. ഇനി എങ്ങനെയാണ് ഒരു ഖത്തം തീർക്കുക? ഒറ്റയ്ക്ക് ഓതി തീർക്കുമോ? തീർക്കാൻ കഴിയുമോ? ഹസൻ എന്നവർ തീരുമാനിച്ചു, ഉമ്മയുടെയും എന്റെ സഹോദരന്റെയും അഭാവം ഇവിടെ ഉറച്ചു നിൽക്കാൻ പാടില്ല, നിഴലിച്ചു നിൽക്കാൻ പാടില്ല. ഇന്നു മുതൽ ഞാനൊരു ഖത്തം ഓതുകയാണെന്ന് പറഞ്ഞ് രാത്രിയിൽ ഒറ്റയ്ക്ക് ഹസൻ എന്നവർ എല്ലാ രാത്രിയിലും ഒരു ഖത്തം ഓതി എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇതാണ് ദീനുമായുള്ള ബന്ധം, ഇതാണ് ഖുർആനുമായുള്ള ബന്ധം. ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചാൽ റമദാനിലെങ്കിലും ഒരു ഖത്തം തീർത്തോ എന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് മറുപടി പറയാൻ കഴിയും? ചെറുപ്പക്കാരികളോട് ചോദിക്കട്ടെ ഞാൻ. എന്റെ ശബ്ദം ശവിക്കുന്ന ഈ മദ്രസയുടെ ചുറ്റുഭാഗത്തുള്ള തറയിട്ടാലിൽ കടന്നു വന്നിട്ടുള്ള പെങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, റമദാനിലെങ്കിലും നീ ഒരു ഖത്തം തീർത്തിട്ടുണ്ടോ? നിന്റെ ടിക്ടോക്കിന്റെ സമയം ഒരു ദിവസം 8 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെയാണ്. വാട്സപ്പിന് ഉപയോഗിക്കുന്നതും ഫേസ്ബുക്കിന് ഉപയോഗിക്കുന്നതും അതുപോലെ. എന്നാൽ വർഷത്തിൽ ഒരു ഖത്തം പൊന്നുപെങ്ങളെ നീ തീർത്തിട്ടുണ്ടോ? നിനക്ക് നിന്റെ റബ്ബുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിന്റെ റബ്ബ് നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഏത് രീതിയിലുള്ള സഹായമാണ് നിനക്ക് വേണ്ടത്? നീ ഇന്ന് സുഖിക്കുന്നതും നീ ഇന്ന് ആഹ്ലാദിക്കുന്നതും ആനന്ദിക്കുന്നതും റബ്ബിന്റെ സഹായമല്ല, അത് റബ്ബിന്റെ ശാപമാണ്, അത് റബ്ബിന്റെ ശിക്ഷയാണ്. ഇതുപോലെ മത്സ്യങ്ങൾക്ക് ചൂണ്ടയിട്ട് കൊടുക്കുന്നത് പോലെ അള്ളാഹു നിനക്ക് ഇട്ടുതരുന്ന ചൂണ്ടയാണ്. മത്സ്യം ചൂണ്ട കടിക്കുമ്പോൾ അത് അകപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ ചൂണ്ട നീ കടിക്കുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് നീ അകപ്പെടും പൊന്നു പെങ്ങളെ. അതുകൊണ്ട് ഖുർആനിലേക്കൊന്ന് മടങ്ങിക്കോ. നിന്റെ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ചോ. ഖുർആൻ ഒരു ഖത്തം നീ ഒരു ദിവസം ഓതണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ എന്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ തയ്യാറാവണം. എന്റെ ചെറുപ്പക്കാരെ നിങ്ങളും തയ്യാറാവണം. ഇല്ലെങ്കിൽ അപകടമാണ് വരാനിരിക്കുന്നത്, പരാജയമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, അള്ളാഹുമായി സംവദിക്കാൻ, അള്ളാഹു പറഞ്ഞതുപോലെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അപകടങ്ങൾ ഉണ്ടാവൂല, അപ്പൊ മക്കൾ ഒളിച്ചോടൂല, അപ്പൊ മാതാപിതാക്കളെ മക്കൾ വെറുപ്പിക്കൂല, അപ്പൊ മക്കൾ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും അടിമകളാവൂല. പരാജയം പോരി നടക്കുന്നതൊക്കെ ഖുർആനിനെ നമ്മൾ അവഗണിച്ചതുകൊണ്ടാണ്. ഖുർആനിൽ നിന്ന് മാറി നിന്ന് സോഷ്യൽ മീഡിയകളുടെ പിന്നാലെ യാതൊരു നിയന്ത്രണമില്ലാതെ നമ്മുടെ മക്കൾ പോയതുകൊണ്ടാണ്. സൂക്ഷിക്കുന്നവർക്ക് നല്ലതാണ്, അല്ലാത്തവർ താൽക്കാലികമായ സുഖങ്ങൾ ആസ്വദിക്കും. പിന്നെ ശക്തമായ അള്ളാഹുവിന്റെ ഭയാനകമായ താക്കീത് ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. മഹാനായ അബൂ ഹാത്തിം എന്നവർ, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് എന്നവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ജാഅ അന്ന മാലികൽ അശ്ജഇ, മാലികുൽ അശ്ജഇ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഉസിറ ബിനി ഔഫ്, എന്റെ മകൻ ഔഫിനെ ശത്രുക്കൾ ബന്ദിയാക്കി ചങ്ങലയിൽ കെട്ടി ബന്ധിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്റെ മകൻ ഔഫ് എന്നവരെ ചങ്ങലയിൽ കെട്ടി ബന്ദിയാക്കി ശത്രുക്കൾ കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളത് നിങ്ങളുടെ മകന് എഴുതി അയക്കണം. എന്താ കാര്യം? മകനോട് മകനൊരു എഴുത്ത് അയച്ചു കൊടുക്ക്. അർസിൽ ഇലൈഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുക അൻ തുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കാൻ. എണ്ണമില്ല, അതിനൊരു കണക്കില്ല. 100 7 1000 കണക്കില്ല. ഒഴിവ് സമയങ്ങൾ മുഴുവനും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്
എന്നുള്ള ദിക്ർ ചെല്ലാൻ നിങ്ങളുടെ മകനോട് പറയണം. ഒരു എഴുത്ത് കൊടുത്തേക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേപോലെ മാലിക്കുൽ അശ്ജഈ എന്ന് പറയുന്ന പിതാവ് തന്റെ മകന് ഒരു എഴുത്ത് അയച്ചു കൊടുത്തു. പൊന്നുമോനെ, നീ എന്ത് ചെയ്യണം? എല്ലാ സമയവും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ചെല്ലണേ എന്ന് പറഞ്ഞു. അങ്ങനെ മകൻ അത് ചെല്ലാൻ തുടങ്ങി. ചൊല്ലിത്തുടങ്ങി. ഇങ്ങനെ നിരന്തരമായി ചൊല്ലി ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ ചങ്ങലക്കെട്ടുകൾ താനെ പൊട്ടുകയാണ്. ചങ്ങലക്കെട്ട് ബന്ദിയാക്കിയ ചങ്ങലകൾ താനെ അഴിഞ്ഞു വീണു. ഇതാണ് ഞാൻ പറഞ്ഞത്, തജിദുഹു തുജാഹക്, അല്ലാഹുവിന്റെ മുമ്പിൽ വരും. ആരാ അഴിച്ചത്? അല്ലാഹുവാണ് അഴിച്ചത്. തജിദുഹു തുജാഹക്. ഒരു ദിവസം രാത്രി ചങ്ങലക്കെട്ടുകൾ താനെ അഴിഞ്ഞു വീണു. അഴിഞ്ഞു വീണപ്പോ രക്ഷപ്പെട്ടു. എല്ലാരും ഉറക്കിലാണ്. രാവിലെ കഴിഞ്ഞാൽ പിടികൂടും. എല്ലാരും ഉറക്കിലാണ്. ആ സമയത്താണ് ചങ്ങലക്കെട്ട് അഴിയുന്നത്. ഉടനെ തന്നെ എണീറ്റു, പതുക്കെ പുറത്തിറങ്ങിയപ്പോൾ ഒട്ടകം കണ്ടു. ഒട്ടകത്തിന്റെ മുകളിൽ കയറി. ഒട്ടകത്തിന്റെ മുകളിൽ കയറി അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കാൻ നിൽക്കുമ്പോഴാണ് വേറെയും കുറെ ഒട്ടകങ്ങൾ പുറത്തു കണ്ടത്. ഒച്ച വെക്കാതെ ആ ഒട്ടകങ്ങൾ, 100 കണക്കിന് ഒട്ടകങ്ങളെ പതുക്കെ തെളിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തി. സുബഹയോടടുത്ത സമയമാകുമ്പോ വീട്ടിലെത്തി ഡോർ മുട്ടി. ആരാണ്? റബ്ബുൽ കഅബ, ഔഫാണോ എന്ന് പറഞ്ഞ് ഉമ്മയും ഉപ്പയും ചാടി വന്ന് ഡോർ തുറന്നപ്പോ സുബ്ഹാനല്ലാഹ്, വീടിന്റെ മുറ്റം നിറയെ ഒട്ടകങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഔഫേ, ഇതെന്താണ്? ഔഫ് ഉള്ള സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പൊ മഹാനായ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് മാലിക്കുൽ അശ്ജഈ എന്നവർ പറഞ്ഞു, ഖിഫ, നിങ്ങൾ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, ഉള്ളിലേക്ക് കയറണ്ട. ഹത്താ ആതി റസൂലല്ലാഹ് ഫഅസ്അലുഹു അൻഹാ, ഞാൻ നബിച്ചങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒട്ടകം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ. അഥവാ ശത്രുക്കളുടെ ഒട്ടകം മോഷ്ടിച്ചു കൊണ്ടുവരല്ലേ, ഈ ഒട്ടകം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നബിച്ചങ്ങളോട് ചോദിക്കട്ടെ. ഞാനൊന്ന് നബിച്ചങ്ങളുടെ അടുത്തേക്ക് പോയി വരുന്നത് വരെ ഒട്ടകൊന്നും നിങ്ങൾ തൊടല്ലേ എന്ന് മാലിക്കുൽ അശ്ജഈ എന്നവർ പറയുകയും നേരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് പോയി മകൻ വന്ന സംഭവം, കൂടെ ഒട്ടകം കടന്നു വന്ന സംഭവവും പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, ഇസ്നാ ബിഹാ മാ അഹ്ബബത, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വമാ കുൻത സ്വാനിഅൻ ബിമാലിക, നിന്റെ സമ്പത്ത് നീ എങ്ങനെയാണോ ചിലവഴിക്കുന്നത് അതേപോലെ ആ ഒട്ടകങ്ങളെയും നിനക്ക് ഉപയോഗിക്കാമെന്ന് പറയുകയും ഉടനെ തന്നെ അല്ലാഹു ഒരു ആയത്ത് ഇറക്കുകയും ചെയ്തു. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ആയത്തിറക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരായാൽ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളിലും ഒരു പരിഹാരം തരും. ഇവിടെ ഇല്ലെങ്കിൽ ഉറക്കം വരാൻ തുടങ്ങിയ എത്ര മണിക്ക് വന്നത്? നിങ്ങൾ എത്ര മണിക്ക് വന്നത്? ഞാൻ ഇപ്പൊ എത്ര യാത്ര ചെയ്ത് നിങ്ങൾക്ക് അറിയാം? 12:30 മണി കൂട്ടിക്കുന്നു. 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 6:30, 7:30, 8:30, 9:30, 9 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഞാൻ വരുന്നു. അത്ര സമയം ആയിട്ടില്ലല്ലോ അല്ലേ? ഏകദേശം 7-8 മണിക്ക്. എത്ര മണിക്ക് വന്നു? 7 മണിക്കോ? എത്ര ഞാൻ നിർത്തി? 11:30 ആകുമ്പോൾ ഒരു 11:30, കുറച്ച് 20 മിനിറ്റ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതലും പറയാം, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ അസൗകര്യം മാനിച്ചൊരു 11:30 ഞാൻ പറഞ്ഞു. തഖ്വയുള്ളവരായാൽ, മുത്തഖിയായാൽ, യജഅൽ ലഹു മഖ്റജ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലാഹു പരിഹാരം കാണിച്ചു തരും. മക്കളുടെ കല്യാണമുണ്ട്, പരിഹാരം അല്ലാഹു കാണിച്ചു തരും. രോഗമുണ്ട്, ചികിത്സയ്ക്ക് മരുന്നില്ല, അല്ലാഹു പരിഹാരം കാണിച്ചു തരും. എല്ലാറ്റിനുണ്ട്. മക്കളില്ല, അതിനും അല്ലാഹു പരിഹാരം കാണിച്ചു തരും. നിങ്ങൾ എന്തിനാ പോയി? ജോലിയില്ലേ? അല്ലാഹു പരിഹാരം തരും. ബിസിനസ്സിലെ കച്ചവടങ്ങൾ നഷ്ടമാണ്. നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ പഠിച്ചോനേറ്റു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. അത് നമ്മുടെ ഭാഗത്തില്ല. നമ്മൾ വിചാരിച്ച തഖ്വ എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ, ളുഹർ നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ, അസ്ർ നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ എന്ന വലിയ മുത്തഖിയാണ്. അതൊന്നല്ല തഖ്വ.
തഖ്വ എന്ന് പറഞ്ഞാൽ അതൊന്നല്ല, പള്ളിയിൽ പോലൊന്നുമല്ല തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, ഫർള് ചെയ്യുക. ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, ഫർള് ചെയ്യുക. അതിനിടയിൽ സുന്നത്തുണ്ടായാലോ മാഷാ അല്ലാഹ്, നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞതുപോലെ മാഷാ അല്ലാഹ് നല്ല കാര്യം. ഹറാമ ചെയ്യാതിരിക്കലാണ് തഖ്വ. അത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പറയുന്നു, ഈ തഖ്വ എന്ന് പറഞ്ഞാൽ കുറെ നിസ്കരിക്കലൊന്നുമില്ല, കുറെ നോമ്പെടുക്കലല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ്, ഹറാമുകൾ ചെയ്യാതിരിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് ഈ തഖ്വ? വസുഇല അനി തഖ്വ. അപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ മറുപടി പറഞ്ഞത്, മുള്ളുകൾ ഉള്ള ഒരു സ്ഥലത്തിലൂടെ നിങ്ങൾ നടന്നിട്ടുണ്ടോ? കുപ്പിക്കഷ്ണങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം, വേറെ സ്ഥലമില്ല, ആ സ്ഥലത്തിലൂടെ ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ എങ്ങനെയാ നടക്കുക? മുള്ളുകൾ നിറഞ്ഞ, കല്ലുമുള്ളുകൾ നിറഞ്ഞൊരു വഴിയിലൂടെ ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ എങ്ങനെയാ നടക്കുക? അല്ലെങ്കിൽ ചളി നിറഞ്ഞൊരു വഴിയിലൂടെ ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ എങ്ങനെയാ നടക്കുക? നമ്മൾ ഇങ്ങനെ നടക്കുക. മുള്ളുള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച്, കാല് ഇല്ലെങ്കിൽ കണ്ണും ചെമ്മി ഇങ്ങനെ നടക്കും. മുള്ളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാലൊക്കും, ഇവിടെ ഒരു കാലൊക്കും, ഇവിടെ ഒരു കാലൊക്കും, ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് പമ്മി പതുക്കെ നടക്കും. അതെന്നെ തഖ്വ, അതെന്നെ തഖ്വ. മുള്ളുകളുള്ളൊരു വഴിയിലൂടെ നിങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത്, അതാണ് തഖ്വ. അഥവാ ജീവിക്കുമ്പോൾ സൂക്ഷിച്ച്, ഇത് ഹറാമാണോ എന്നാ ഇവിടെ, ഇത് ഹറാമാണോ എന്നാ ഇവിടെ, ഹറാമ് തെറ്റ് ഇതൊന്നും വരാതെ പതുക്കെ പതുക്കെ. അവിടെ പോയ ഹറാമുണ്ടാവും എന്നാ പോന്ന വേണ്ട, അവിടെ പോയ ഹറാമ് കാണും എന്നാ പോന്ന വേണ്ട. ഉറങ്ങിയ ഒരു നിസ്കാരം നഷ്ടപ്പെടും എന്നാ പിന്നെ ഉറങ്ങുന്നത് വേണ്ട. ആ ഭക്ഷണം ഹറാമാൻ സാധ്യതയുണ്ട്, അതാണ് അത് ഉപയോഗിക്കുന്ന വേണ്ട. ആ ജോലി ഹറാമാണ് എന്നത് ഒഴിവാക്കുക. ഇങ്ങനെ മുള്ളുകളുള്ള വഴിയിലൂടെ നിങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ ജീവിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. എന്നാര് പറഞ്ഞു? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇനി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയാണ്, ലൈസത്തി തഖ്വ ഖിയാമുൽ ലൈൽ. തഖ്വ എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരമല്ല, വസിയാമുൻ നഹാർ, പകലിൽ മുഴുവനും സുന്നത്ത് നിസ്കരിക്കലല്ല തഖ്വ എന്ന് പറഞ്ഞാൽ. വത്തഖ്ലീതു ഫീമാ ബൈന ദാലിക്, രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുക, ഖിയാമുൽ ലൈൽ രാവിലെ മുഴുവനും നോമ്പ്, ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടലുമല്ല തഖ്വ എന്ന് പറഞ്ഞാൽ. വലാകിന്ന തഖ്വ അദാഉ മഫ്തറല്ലാഹ്, അല്ലാഹു നിർബന്ധമാക്കിയത് സമയത്ത് തന്നെ ചെയ്യലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. സുബ്ഹി നിസ്കാരം ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിൽ വരാ, ളുഹർ നിസ്കാരം ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിൽ വരാ, അസറും മഗ്രിബും ഇശാവും അങ്ങനെ ളുഹർ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാതെ ഒരു 3 മണിക്ക് നിസ്കരിക്കുന്നതിന് തഖ്വ എന്ന് പറയില്ല. 5:30 സുബ്ഹി ബാങ്ക് വിളിച്ചാൽ 6:30 സുബ്ഹി നിസ്കരിക്കുന്നതിന് തഖ്വ എന്ന് പറയില്ല. അസർ ബാങ്ക് 3:40 കൊടുത്താൽ 6:10 അസർ നിസ്കരിക്കുന്നതിനെയും തഖ്വ എന്ന് പറയില്ല. തഖ്വ എന്ന് പറയുന്നത് അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരം സമയത്ത് തന്നെ നിസ്കരിക്കുക, മറ്റുള്ള തിരക്ക് മാറ്റിവെക്കുക, അതാണ് തഖ്വ. അതാണ് തഖ്വ. വീട്ടിലുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ അസൗകര്യ യാത്രയിലാണ്, എക്സ്ക്യൂസ് ഉണ്ട്, യാത്രക്കാരനെ നിസ്കാരം ബന്ധിപ്പിക്കാനുള്ള അളവുണ്ട്. ബാക്കിയുള്ള മഹലിന്റെ പരിധിയിലുള്ള വേറെ ആളുകൾക്ക് അളവൊന്നുമില്ല. ജോലിയിലാണ്, ജോലി മാറ്റും. പിന്നെ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ അയാൾ വിടുന്നില്ല എങ്കിൽ നമ്മൾക്കൊരു കാരണമുണ്ട്. വീട്ടിലിരിക്കുന്നവർ, ഒരു പണിയുമില്ലാത്തവർ, ഒരു ജോലിയുമില്ലാത്തവർ ബാങ്ക് കൊടുത്തിട്ടും നിസ്കരിക്കാതെ പിന്തിപ്പിക്കുന്നത് തഖ്വയിൽ പെട്ടതല്ല. സമയത്ത് നിസ്കരിക്കലാണ് തഖ്വ. അത് പിന്തിപ്പിച്ച ഒരു കാരണവുമില്ലാതെ പിന്തിപ്പിക്കുന്നത് മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തായി പോകും. എന്നാ പിന്നെ നമ്മൾക്ക് അല്ലാഹുവിന്റെ സഹായം ഒന്നും കിട്ടൂല. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ അദാഉ മഫ്തറല്ലാഹ് വ തർകു മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കുകയും അല്ലാഹു നിർബന്ധമാക്കിയത് സമയത്ത് തന്നെ ചെയ്യുകയും ചെയ്യലാണ്. ഇതിന്റെ കൂടെ ഒരാൾ സുന്നത്തുകൾ ചെയ്താൽ, ഖുർആൻ ഓതിയാൽ, ദിക്ർ ചെയ്താൽ, സുന്നത്ത് നോമ്പെടുത്താൽ അത് വലിയ ഖൈറാണ്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ തഹജ്ജുദോ നോമ്പോ ഒന്നുമല്ല. ഫർദ് നിസ്കരിക്കുക, ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, എങ്കിലും മുത്തഖി വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മുത്തഖീങ്ങൾ ആവാനല്ല ദുആ ചെയ്യാൻ പറഞ്ഞത്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ,
അല്ലാഹുവേ ഞങ്ങളെ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ എന്നാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. മുത്തഖീങ്ങളുടെ നേതാവാക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളുടെ നേതാവാക്കണേ എന്ന് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ അല്ലാഹ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അങ്ങനെ മുത്തഖിയായാൽ അല്ലാഹു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരും, ഭക്ഷണം നൽകും. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ ഈ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയുന്നു, പക്ഷെ അല്ലാഹു അത് കഴിപ്പിച്ച് പൈസ ബാക്കി നിങ്ങളെ കയ്യിൽ തരും. അങ്ങനെ എത്ര ആളുകൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നൊക്കെ ടെൻഷനിൽ എത്രയോ തക്കവയുള്ള ആളുകൾ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ പൈസ ബാക്കിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കയ്യിൽ പൈസ തക്കവയുടെ അടയാളാണ്. അപ്പൊ അതുകൊണ്ട് ഒരാൾ അല്ലാഹുവിനെ ബലമേൽപ്പിച്ചാൽ അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ നബി തങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മുറുകെ പിടിച്ച വാള് താഴെ വീഴ്ത്തൽ അല്ലാഹുവിന്റെ കടമയാണത്. അത് വീഴ്ത്ത പടച്ചോന്റെ കടമയാണ്. അത് വീഴ്ത്തിയില്ലെങ്കിൽ പടച്ചോനും പരാജയപ്പെട്ടു, നബി തങ്ങളും പരാജയപ്പെട്ടു. അപ്പൊ ഉടനെ തന്നെ അല്ലാഹു താഴെ ഇട്ടു. എങ്ങനെ? ഒരാൾ മുറുകെ പിടിച്ചൊരു സാധനം താഴെ വീഴ്ത്തണമെങ്കിൽ അല്ലാഹ്ക്കല്ലാതെ പിന്നെ ആർക്കാ കഴിയാ? അത് എന്തുകൊണ്ട് കഴിഞ്ഞു? പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹ് നീയാണ് എന്റെ സഹായം എന്ന് പറഞ്ഞു. അപ്പൊ അത്ഭുതകരമായ സഹായം അല്ലാഹു നൽകി. അത് നമ്മൾക്കും കിട്ടും. അത് പ്രവാചകന്മാരുടെ പ്രത്യേകതയല്ല, സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള സഹായം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നോടൊരു ഞാനൊരു ദിവസം ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോ എന്റെ മഹലിലുള്ള ഒരാൾ, അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ല, കണ്ണിന്റെ കാഴ്ചശക്തി കുറവാണ്. വെള്ളിയാഴ്ച എപ്പോ ഞാൻ പോകുമ്പോ ഇങ്ങനെ പള്ളിയിൽ നടന്നിട്ട് ഇങ്ങനെ ദിക്ർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കണ്ടപ്പോ രണ്ടു പറഞ്ഞു. ഒരു ദിവസം ഞാൻ മാലിക് ദിനാറിലേക്ക് പോകുമ്പോ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റെയിൽ പാളത്തിലൂടെ ഇങ്ങനെ നടക്കണം. അപ്പൊ ഞാന് കണ്ണിന് കാഴ്ചശക്തി കുറവാണല്ലോ, ഇങ്ങനെ റെയിൽ പാളത്തിലും കൂടെ ഇങ്ങനെ നടക്കുമ്പോ പെട്ടെന്നൊരു ട്രെയിനിന്റെ ഹോണ് കേട്ടു. ഇതെവിടുന്ന ഈ ഹോൺ അടിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഹോണ് കേട്ടതും എന്നെ ഒരാള് ഈ പാളത്തിൽ നിന്ന് തള്ളിയിട്ടു. ഒരാള് പാളത്തിൽ നിന്ന് എന്നെ തള്ളിയിട്ടു പുറത്തേക്ക്. അങ്ങനെ അദ്ദേഹം ഈ പാളത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് ഇദ്ദേഹത്തിന്റെ കൈയും പിടിച്ച് ഇദ്ദേഹത്തിന് നേരെ മാലിക് ദിനാർ മഖാമിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അയാൾ ഒരു പരിചയമില്ല, അറിയാത്ത ഒരാളാണ്, ഒരു പരിചയമില്ലാത്ത ഒരാൾ. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലെ ദിക്റും തഖ്വയും കൊണ്ട് അദ്ദേഹത്തിന് കറാമത്ത് പറഞ്ഞൊന്നുമില്ല, എന്നോട് ഇങ്ങനെ കാര്യം ഷെയർ ചെയ്താണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹു അവിടേക്ക് അള്ളാഹു നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞതുപോലെ അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു ആരെങ്കിലും പറഞ്ഞേക്കാണ്, അല്ലെങ്കിൽ അള്ളാഹു തന്നെ വരികയാണ് സഹായിക്കാൻ വേണ്ടി. അതുണ്ടാകും. തഖ്വയുണ്ടായാൽ അതൊക്കെ ഉണ്ടാകും. അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് സഹായിയായിട്ട് അള്ളാഹു ഉണ്ടാകും. ആ ഒരു വരമേൽപ്പിക്കൽ, ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സംഭവങ്ങൾ ഒരുപാട് ഉദ്ധരിക്കാനുണ്ട്. അതിൽപ്പെട്ടൊരു സംഭവം കൂടി ഞാൻ പറയുകയാണ്. അബൂ ഉമാമ എന്ന് പറയുന്നൊരു സ്വഹാബി പള്ളിയിൽ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം നിസ്കാരത്തിന്റെ സമയമല്ല. നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ പള്ളിക്ക് പോകില്ല, പിന്നല്ലേ നിസ്കാരം അല്ലാത്ത സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ കയറിയപ്പോ ഒരു പുരുഷനെ കണ്ടു. അയാളുടെ പേര് അബൂ ഉമാമ എന്നാണ്. ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ ചോദിച്ചു, യാ അബൂ ഉമാമ, യാ അബാ ഉമാമ, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദ് ഫീ ഗൈരി വഖതി സ്വലാഹ്. നിസ്കാരത്തിന്റെ സമയത്തല്ലാത്ത ഈ സമയത്ത് നിങ്ങൾ എന്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇപ്പൊ പിന്നെ അങ്ങനെ കണ്ടാലും സംശയിക്കണം, കാരണം ഭണ്ഡാരപ്പെട്ടി അടിച്ചു മാറ്റാനായിരിക്കും. നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ പള്ളിക്കൊക്കെ വന്നാലേ ഭണ്ഡാരപ്പെട്ടി അടിച്ചു മാറ്റാം, പിന്നെ ചെരുപ്പ് എവിടെ ഉണ്ടാവും ഇവിടെ വെക്കുക, പിന്നെ ക്ലോക്ക് അങ്ങനെ അടിച്ചു മാറ്റുക, AC എങ്ങനെ അടിച്ചു മാറ്റുക എന്നൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്താ നിസ്കാരമല്ലാത്തൊരു സമയത്ത് ഇവിടെ? അപ്പൊ പറഞ്ഞു, എനിക്ക് അല്ലാഹു നൽകിയ കടങ്ങളാണ്, എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളാണ് ഇങ്ങനെ പള്ളിയിൽ എന്നെ ഇരുത്താൻ കാരണമാക്കിയത്. അഥവാ ഒരുപാട് കടങ്ങളുണ്ട് നബിയെ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് നബിയെ, വിഷമങ്ങളുണ്ട് നബിയെ. ആ വിഷമങ്ങളെല്ലാം തീരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്, ഇത്തികാഫിരിക്കുകയാണ്.
എന്റെ കടം. അങ്ങനെയാണ് എല്ലാരും അങ്ങനെ തന്നെയല്ലേ. കടവും പ്രയാസമൊക്കെ കൂടുമ്പോൾ ഹദ്ദാദിനും മൗലീദിനും പള്ളിക്കൊക്കെ കൃത്യമായിട്ട് വരാ. പൈസയും തിരക്കൊക്കെ ആയാലും ആരാ പള്ളിക്ക് വരാ? അപ്പൊ അബൂമാമ പറയാൻ എന്നെ പിടിപ്പെട്ട പ്രയാസം, എനിക്ക് ഒരുപാട് കടമുണ്ട് നബിയെ. അവൻ തങ്ങൾ പറഞ്ഞു അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖളാ അൻക ദൈനക. നിന്റെ എല്ലാ കടങ്ങളും വളരെ എളുപ്പത്തിൽ വീടാൻ, എല്ലാ കടങ്ങളും എളുപ്പത്തിൽ വീടാൻ, നിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരാൻ ഒരു ദിക്ർ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? എല്ലാ കടവും വീടും, എല്ലാ പ്രയാസവും വേണോ? വേണോ? ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്നതല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖളാ അൻക ദൈനക. ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം, അത് നീ ചൊല്ലിയാൽ നിന്റെ എല്ലാ കടങ്ങളും വീട്ടും, നിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. ബലാ യാ റസൂലല്ലാഹ്, നബിയേ പറയൂ നബിയേ. നബി തങ്ങൾ പറഞ്ഞു ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും ഈ ദിക്ർ എല്ലാ ദിവസവും നീ പറയണം. അർത്ഥം ആലോചിച്ചുകൊണ്ട് പറയണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. കാണാതറിയോ? പഠിക്കണം. കാണാതറിയില്ലെങ്കിൽ പഠിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, അഭയം തേടുകയാണ്. മിനൽ ഹമ്മി വൽ ഹുസ്ൻ, ദുഃഖത്തിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ അല്ലാഹ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അസ്വസ്ഥതയിൽ നിന്ന്, കഴിവുകേടിൽ നിന്ന്, അശക്തതയിൽ നിന്ന്, മടിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. മടി, അതേപോലെ അസ്വസ്ഥത, അശക്തത, കഴിവില്ലായ്മ, അജ്സിൽ നിന്നും, കസലിൽ നിന്നും, മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എന്റെ അലസതയെ നീ മാറ്റിത്തരണേ അല്ലാഹ്. എന്റെ കഴിവുകേടിനെ നീ മാറ്റിത്തരണേ അല്ലാഹ്. അഥവാ എനിക്ക് കഴിവ് തരണേ, എനിക്കൊരു ഉന്മേഷം തരണേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ പിശുക്കിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. ഭീരുത്വത്തിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. അഥവാ എനിക്ക് നീ ധൈര്യം തരണേ അല്ലാഹ്. എന്നെ നീ ഒരു ധർമ്മിഷ്ഠനാക്കണേ അല്ലാഹ്. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. അല്ലാഹുവേ കടങ്ങളുടെ ബാധ്യതയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. കടങ്ങൾ കയറി പ്രയാസങ്ങൾ തിന്നുന്നതിൽ നിന്ന് കാക്കണേ അല്ലാഹ്. വഖഹ്രി റിജാൽ, ജനങ്ങൾ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന്, ജനങ്ങൾക്കൊരടിമയെ പോലെ ജനങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്നതിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. അഥവാ എന്റെ കടം പെട്ടെന്ന് കൊടുത്തു വീട്ടാനും അന്തസ്സോടെ ജീവിക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദുആ രാവിലെ ഒരു തവണ, വൈകുന്നേരം ഒരു തവണ ചൊല്ലണം. സുബഹി നിസ്കാരത്തിന്റെ ശേഷം, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഫഫഅൽതു ദാലിക. ഞാൻ അത് ചൊല്ലാൻ തുടങ്ങി. രാവിലെയും വൈകുന്നേരവും ഞാൻ ചൊല്ലാൻ തുടങ്ങി. ഫഅദ്ഹബല്ലാഹു തആല ഹമ്മി വഗമ്മി വഖളാ അന്നി ദൈനി. എന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തന്നു. എന്റെ ദുഃഖങ്ങളെല്ലാം അല്ലാഹു മാറ്റിത്തന്നു. എന്റെ കടങ്ങളെല്ലാം അല്ലാഹു വീട്ടിത്തന്നു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഇതെല്ലാവരും ചൊല്ലിയാൽ കടങ്ങളിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മൾക്കൊരു സംരക്ഷണം നൽകും, കാവൽ നൽകും. അല്ലാഹു നമ്മൾക്ക് കാവൽ നൽകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ചൊല്ലുക. കിട്ടോ അതല്ല, കിട്ടുമെന്നുള്ള ഉറപ്പോടെ, സ്വീകരിക്കുമെന്നുള്ള ഉറപ്പോടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ മറ്റൊരു സംഭവം കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു
അള്ളാഹുവിന്റെ സഹായം നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റസൂൽ വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റസൂൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. എന്തിനാണ് ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ പരിശുദ്ധ ഖുർആനിൽ നബിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? മാ നുസബ്ബിതു ബിഹി ഫുആദക, അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈമാനിന് കരുത്തുണ്ടാകും, ധൈര്യമുണ്ടാകും, ഈമാനിൽ അഭിവൃദ്ധി ഉണ്ടാകും, വിശ്വാസം കൂടും. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നത്, യാ അബൂ ദർദാ നിങ്ങളുടെ വീട് കത്തിപ്പോയിട്ടുണ്ട്, നിങ്ങളുടെ വീട് കത്തിപ്പോയി. അബൂ ദർദാ പുറത്താണുള്ളത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വീട് കത്തി. അബൂ ദർദാ പറഞ്ഞു, എന്റെ വീട് കത്തൂല. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, വീട് കത്തൂല. പിന്നെയും ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയാന്നെ, അബൂ ദർദാ തങ്ങളെ നിങ്ങൾ വീട് കത്തിയിട്ടുണ്ട് കേട്ടോ. ഉദാഹരണം, നമ്മൾ തറയിട്ട പ്രദേശത്തുള്ള നമ്മള് പുറത്തെവിടെ കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോട് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നിങ്ങൾ നാട്ടിൽ തീപിടുത്തുണ്ടായി, നിങ്ങളെ വീടൊക്കെ കത്തിന്നാ കേട്ടത് എന്ന് പറയുമ്പോ ആണോ നമ്മൾ വിശ്വസിക്കില്ല. അപ്പൊ അടുത്ത ആള് കാണും, വീണ്ടും വാട്സപ്പിൽ ഉണ്ടായിട്ടോ, അടുത്ത പിന്നെ ഫേസ്ബുക്കിൽ ഉണ്ടായിട്ടോ, ആണോ. നമ്മൾ വിശ്വാസിയായ ഒരാളാണെങ്കിൽ അങ്ങനെ സംഭവിക്കൂല എന്ന് പറയാം. എപ്പോ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ. അബൂ ദർദാ തങ്ങൾ പറഞ്ഞു, എന്റെ വീട് കത്തൂല. കാരണം സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹ്, നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റാണ് എന്റെ ധൈര്യം. ഏതാണ് ആ ദിക്ർ? മൻ ഖാലഹാ അവ്വല നഹാരി, രാവിലെ ഒരാൾ പറഞ്ഞു ഈ ദിക്ർ ചൊല്ലിയാൽ ലം തുസിബഹു മുസീബ ഹത്താ യുംസി, വൈകുന്നേരം വരെ അയാൾക്ക് ഒരു അപകടം സംഭവിക്കൂല. വമൻ ഖാലഹാ ആഖിറൻ നഹാർ, വൈകുന്നേരം ഒരാൾ പറഞ്ഞാൽ ലം തുസിബഹു മുസീബ ഹത്താ യുസ്ബിഹ, പകൽ വരെ അയാൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അളീം. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على ഈ ദിക്ർ ഒരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ അയാൾക്കൊരു അപകടവും സംഭവിക്കൂല എന്ന് നബി തങ്ങൾ പറഞ്ഞത് മുതൽ ഞാൻ അത് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇന്നും അത് ചൊല്ലിയിട്ടുണ്ട്. എന്റെ വീട് കത്തി എന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം അവിശ്വാസിയല്ല ഞാൻ. എന്നോടാ നിങ്ങൾ പറയുന്നത് എന്റെ വീട് കത്തൂല. അത് വിശ്വാസമാണ്. നമ്മൾക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീട് കത്തിപ്പോകുന്നത്. നമ്മൾക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വണ്ടി ഇടിക്കുന്നത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വണ്ടി കയറിയാൽ വണ്ടി ഇടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല എന്നുണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ ഒരാൾ വണ്ടിയിൽ കയറിയാൽ വണ്ടി ഇടിക്കാൻ പാടില്ല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, പടച്ച റബ്ബിനെ പരമേൽപ്പിച്ചാൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ് നമ്മളെ സംരക്ഷിക്കുക. ഇടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നമ്മൾക്ക് ഉറപ്പില്ല, അതാ പ്രശ്നം. മനസ്സിലായോ? നിങ്ങൾ ഖുർആൻ വെറുതെ ആണെന്ന് വിചാരിക്കണ്ട, ദിക്റും വെറുതെ ആണെന്ന് വിചാരിക്കണ്ട. നമ്മുടെ വിശ്വാസത്തിന്റെ പോരായ്മയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം നമ്മുടേതാണ്, വീട് കത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം നമ്മുടേതാണ്. അബൂ ദർദാ തങ്ങൾ പറഞ്ഞു കത്തൂല. പിന്നെ ആളുകൾ വന്നു കത്തി. അതേപോലെ നമ്മൾ പോയി നോക്കാം. എല്ലാരും കൂടി പോയി. വീടിന്റെ അടുത്ത് വീടിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ കത്തി തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അടുത്തെത്തി നോക്കുമ്പോ വീടിലേക്ക് ഒരു തീപ്പൊരി പോലും തൊട്ടിട്ടില്ല. വീടിന്റെ ചുറ്റുഭാഗങ്ങൾ മുഴുവനും കത്തിയിട്ടുണ്ട്. വീടിലേക്കൊരു തീപ്പൊരി പോലും, ഒരു സ്ഫുരണം പോലും എത്തിയിട്ടില്ല. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അചഞ്ചലമായ വിശ്വാസമാണ്. ആ ദിക്ർ ചെല്ലിയാൽ മാത്രം പോരാ, അത് ചെല്ലുമ്പോ എനിക്ക് എന്റെ റബ്ബിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള വിശ്വാസം കൂടി വേണം. അല്ലാഹു നമ്മൾക്ക് അങ്ങനെ ഒരു ഈമാൻ നൽകട്ടെ.
അള്ളാഹു അങ്ങനെ ഒരു ഈമാൻ നമ്മൾക്ക് നൽകട്ടെ. 11:30 നിർത്തണോ തുടരണോ? നിർത്തല്ലേ? ഞാൻ തുടരുന്നില്ല, സമയം കുറെ വൈകിയത് കൊണ്ട്. അപ്പൊ നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ എന്നുള്ള ആയത്താണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇത്തരം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സ്വഹാബാക്കൾക്കും നബിത്തങ്ങൾക്കും മാത്രമുള്ള പ്രത്യേകതയല്ല, സത്യവിശ്വാസികളായ നമ്മൾക്കുമുണ്ട്. നമ്മൾക്കും ഇങ്ങനെ സഹായം കിട്ടും. സഹായം കിട്ടണമെങ്കിൽ ഈ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. അള്ളാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മൾ നയിക്കണം.